തളർന്നു പോയ പോലെ ആയിപ്പോയി. അയ്യോ, ഞാൻ ഇവിടുന്ന് എടുത്ത ഭസ്മ ഇവിടെ മടക്കിന് വെച്ചേക്കുമായിരുന്നു. ഒന്ന് നോക്കിയതേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ നേരത്ത് പോലും തെളിയാത്ത ഞരമ്പിപ്പോൾ തെളിഞ്ഞു ഒറ്റ അതുപോലെ ഒരു അടിയായി പോയിട്ട് മുറുക്കം ചുരുണ്ടിരിക്കുന്ന പോലെ ഇരിക്കുമോ നോക്കി. എന്തിനാ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്? എന്താണെന്നറിയാം, ഇവിടുത്തെ സ്വിച്ച് വർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ വരത്തില്ല. അതാ ഞാൻ ഇതടിക്കുന്നത്. ഞാൻ മമ്മി മമ്മീസ് കം മമ്മി കൊറിയൻ മമ്മീസ് ഈസ് പോസിറ്റീവ്. കൊറിയൻ മമ്മീസ് പോസിറ്റീവ്. ഞാൻ തലയ്ക്ക് സുഖമില്ലാനന്ദ സ്വാമികള്. ഞാന് പറയുമ്പോൾ എന്താന്നാ, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി എന്താ, നമ്മൾ അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റേത് ഉണ്ടാകുന്നതെന്നുള്ള നമുക്ക് ആ മറ്റേതിലേക്ക് വരണമെങ്കിൽ ഇനിയിപ്പോ ഇച്ചിരി നിൽക്കും, ഈ ആട്ടം ഒന്നും നിന്ന് കിട്ടണം ഇനി. അപ്പോൾ നമ്മൾ ആ മറ്റേതിലേക്ക് വരണമെങ്കിൽ അതിന്റെ ഒരു ഇത് വേണമെന്നുള്ളത്. ആ ഇത് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മറ്റേ അത് വേണമല്ലോ, അതാണല്ലോ. അതിന്റെ അടുത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആത്മീയമായി എന്താ ചെയ്യേണ്ടത്? ഒരു മറ്റേത് കൊണ്ടുവരിക. അതാണ്, മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് നമ്മളെ എല്ലാവരും അടിച്ചേൽപ്പിക്കുകയല്ലേ ഓരോന്ന് ഈ പ്രപഞ്ചത്തില്, അല്ലേ പ്രചോദ കുഞ്ഞമ്മോനെ? അല്ലേ, അതാണ് നടക്കുന്നത്. ഇപ്പോ പ്രചോദ കുഞ്ഞിനെ തന്നെ ഒന്ന് ആലോചിക്കൂ. പ്രചോദ് എന്നുള്ള പേര് അച്ഛനും അമ്മയും നിർദ്ദേശിച്ചതാണ്, അടിച്ചേൽപ്പിക്കുകയാണ്. ബാബു എന്നോ തങ്കച്ചനോ ഒന്നായിരുന്നെങ്കിൽ അപ്പൊ അടിച്ചേൽപ്പിച്ചു പ്രചോദ് എന്നുള്ള പേര്. നസീർ എന്നുള്ള പേര് അടിച്ചേൽപ്പിച്ചു. അത് പിതാവാണെന്ന് മാതാവ് അടിച്ചേൽപ്പിക്കുന്നു. അതാണ്, അതെല്ലാം നമുക്കറിയില്ല. അങ്ങനെ കിടക്കുമ്പോൾ അറിയില്ല. നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണത്. ഒരിക്കലും പ്രപഞ്ചത്തിൽ അടിച്ചേൽപ്പിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാരും പറയുന്നു ഇത് കലികാലമല്ല. ഞാനാ പറയണേ, മമ്മി കൊറിയൻ മമ്മി പറയാ. കലികാലമല്ല. കലികാലത്തിൽ എന്താ? ഭക്ഷണമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, പണമില്ല. ഇപ്പൊ അതാണോ അവസ്ഥ? മീൻകറി വെക്കാത്ത ഏതെങ്കിലും വീടുണ്ടോ? പുറംപുളിയിട്ട് നമ്മുടെ മൂക്കിനകത്തോട് തുളഞ്ഞു കയറും അമ്മ. അങ്ങനത്തെ അല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇല്ല. വൈകുന്നേരം സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യും. ചുട്ടകോഴിയെ പറപ്പിക്കുമായിരുന്നു, നേരെ മറിച്ച് ചുട്ടകോഴിയെ പെറുക്ക് തിന്നുന്നു. കലികാലമല്ല. മനസ്സിലായി? ഞാൻ കൽക്കട്ടയിലെ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണം ഇങ്ങനെ അങ്ങ് കയറിയാൽ ഞാനങ്ങ് പെരുക്കും. അങ്ങനെ പ്രഭാഷണം കീച്ചിക്കൊണ്ടിരുന്നപ്പോ ഒരുത്തൻ തോക്കുമായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. എന്തിനാ? എന്നെ കൊല്ലാനേ. മമ്മി ഈസ് ഗ്രേറ്റ്, കൊറിയൻ മമ്മി ഈസ് പവർ പോസിറ്റീവ്. എന്നെ കൊല്ലാനേ വന്നു. ഞാൻ കണ്ണടച്ചു, ഒറ്റ പ്രാർത്ഥന. കണ്ണ് തുറന്ന് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൻ ഫ്രണ്ടിലില്ല. ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുക. ഞാൻ ഓടിക്കളഞ്ഞു. അല്ല പിന്നെ അവനവിടെ നിൽക്കല്ലേ? ഓടിക്കളഞ്ഞ എന്തിനാന്നോ? അവൻ പപ്പര തണ്ടുമായിട്ടല്ല, തോക്കുമായിട്ടാ നിൽക്കുന്നത്. അവനാ കാഞ്ചി ഒന്ന് വലിച്ചാൽ സ്വാമി കാഞ്ചി. അതാണ്. ഒരുപാട് പേര് വരുന്നുണ്ട് എന്നെ കാണാനേ, അമ്മയെ കാണാൻ. കൊറിയൻ മമ്മി ദേഹത്ത് കയറുമ്പോൾ ആശ്രയിക്കും. അങ്ങനെ എന്തുവാണ് ഇവരെ പല്ല് പോലും തേക്കത്തില്ല ഇവന്. അങ്ങനെ സ്വാമിയെ കാണാൻ ഒരുപാട് പേര് വരുന്നു. സ്വാമി ഒരുപാട് പേര് അസുഖം മാറ്റുന്നു. ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ പേര്. ഓരോരുത്തരായിട്ട് വാ. കണ്ടോ, എന്തോ ദേഹത്ത് കയറി, എന്തൊക്കെയോ ദേഹത്ത് കയറിയിട്ട് വരികയായി കുഞ്ഞേ. അവിടെ ഫ്രെയിം ഇട്ട് പോകല്ലേ, ഫ്രെയിം. മമ്മി കൊറിയൻ മമ്മി ഗ്രേറ്റ് പോസിറ്റീവ്. അതാണ് സ്വാമി. തൊടുന്നതേ ഉള്ളൂ. അങ്ങനെയാണ്, തൊടുന്നതേ ഉള്ളൂ. പൊക്കോ. കണ്ടോ, സ്വാമി ഒന്ന് തൊട്ടാൽ മതി. അടുത്ത ആള് വാ. മമ്മി കൊറിയൻ മമ്മി പോസിറ്റീവ്. കണ്ടോ, ആ കുഞ്ഞിന്റെ കാല് വയ്യ. ആ ബേബിക്ക് കമാൻ ബാബി കാല് വയ്യാതെ നടക്കുന്ന ഈ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് തടവുന്നു, അപ്പോൾ ഭേദമാകുന്നു. മമ്മി കൊറിയൻ മമ്മി പോസിറ്റീവ്. ദാ മാറി നോക്കൂ. അതാണ് ഞാൻ മാറി. കണ്ടോ, മാറി. അതാണ് നന്നായി. അതാണ് 250. അത്രേ ഉള്ളൂ. 500 തരാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നും വർക്ക് വരുന്നില്ലേ? പിന്നെന്തോ 500 തരാന്ന് പറഞ്ഞാൽ ഞാൻ കയറി അയച്ചത്. പിന്നെ ഇയാൾ അതിനുള്ള വർക്ക് ഞാൻ ചെയ്താച്ചാ മതി. ഞാൻ ഉച്ചകുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചകുത്തി വന്നു. അതാണ് എനിക്ക് അത്ര 500 ഓണാന്ന് എല്ലാവരും കാണുന്നുണ്ടോ? അത് പറ്റത്തില്ല, എനിക്ക് 500 തന്നെ പറ്റും. ഇയാൾ അങ്ങ് വർക്ക് ചെയ്താ നീ 500 തരാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് പോടോ. നീ തരത്തില്ല പൈസ, എല്ലാവർക്കും കൊടുക്കണ്ടോ? അപ്പന്റെ കാലം മൂക്കണ്ടായിരുന്നു, തളനം കാരണം. ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഇപ്പൊ എന്തോ ഗമയാന്ന് ഓർത്ത് 250 രൂപ കൊടുക്കുന്നു. ഒറ്റ ഇങ്ങനത്തെ ചെയ്യുന്നതിന് ഒറ്റ ഇവരൊക്കെ എന്തോ
തോന്നിയാസം പ്രാർത്ഥനയിലേക്ക് മുഴുക എല്ലാവരും. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ മമ്മിയുടെ മന്ത്രങ്ങൾ ഏറ്റു പറയുക. എല്ലാവർക്കും ശാന്തി കിട്ടും. പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ശാന്തി കിട്ടും. ഊഞ്ചാലേ 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 കണ്ടോ ചേട്ടാ? കുഞ്ഞിരുന്നു കുഞ്ഞിനെടുക്കാൻ പെണ്ണ് ചെന്നു പെണ്ണിന്റെ കയ്യെ കിളി പറന്നു മല മാറ്റി. മതി മതി മതി, എനിക്ക് സുഖിച്ചത് സുഖിച്ചു മതി. ഞാൻ വിചാരിച്ചു എന്റെ പുതിയ ചെരുപ്പെടുത്തോണ്ട് വരാൻ വരുമായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ കുഞ്ഞെ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? മമ്മി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ മുറ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ചേച്ചിമാര് ചില ആളുകള് വിശ്വസിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. എന്തായാലും ഞാൻ വാക്ക് തരുവാ മമ്മി, 1 മാസത്തിനകം നമ്മുടെ ആശ്രമം കൂട്ടും. ആശ്രമം കൂട്ടുമെന്നോ? കൂട്ടുന്നില്ല, ആൾക്കാരെ ഞാൻ ആൾക്കാരെ കൂട്ടാം. ഈ ചിലര് മാത്രം ഇടഞ്ഞ് ഞാൻ മമ്മിയുടെ എല്ലാ ദിവ്യ ഗണങ്ങളും ഗുണങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ചിലര് മാത്രം വിശ്വസിക്കുന്നില്ല മമ്മി. ആർക്കും വിശ്വസിക്കാൻ വയ്യ. നേരെ മറിച്ച് ഇവിടെ അന്നദാനം ഒന്നും പറഞ്ഞു നോക്കൂ. 1000 പേർക്ക് അന്നദാനം എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ സ്ഥലം കാണത്തില്ല, അതുപോലെ ആളുകൾ. പക്ഷെ ഒരു ദൈവക്കാരൻ നല്ല കാര്യം പറയുമ്പോൾ ആരും വരത്തില്ല. അത് കുഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല, മമ്മി പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആശ്രമത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അല്ല അത് ഓക്കെ, പക്ഷെ എനിക്കുള്ള ഗുണഗണങ്ങൾ എന്തെങ്കിലും ഗുണഗണങ്ങൾ നല്ല ഗുണഗണങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താണ് മുഖോരുമാരി വല്ലായിരിക്കുന്നു, പാൻകേക്ക് പോയിരിക്കുന്നു മുഖത്ത്? ടെൻഷൻ കൊണ്ടാ. എന്താ പറയൂ കുഞ്ഞ്, അതെന്താണത്? എന്റെ കെട്ടിയവനുണ്ടല്ലോ 2-3 ദിവസം ഒരു ജോലിക്ക് പോയി. ശരി. പോയിട്ട് വന്നപ്പോ ആളല്ല. അതപ്പൊ ചോദിക്കണം, എന്റെ കെട്ടിയവൻ പണിക്ക് പോയി, നീ ഏതാടാ പുതിയ ആള്? അത് ചോദിക്കുക. അത് നല്ല ID കാർഡ് കാണിക്കാൻ പറയാ. മമ്മി അതല്ല, മമ്മി അങ്ങനല്ല. ജോലിക്ക് പോയത് കെട്ടിയവനായിട്ടോ, പക്ഷെ തിരിച്ചു വന്നു. ഇങ്ങനെ വെച്ച പിന്നെ ഇത് നിർത്താൻ പറ്റില്ല. മമ്മി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആളല്ലാതാകുന്നു. ആളിന്റെ കൂടെ ഒരാളുള്ള പോലൊരു തോന്നൽ. അത് അവന്റെ തെറ്റല്ലേ? പണിക്ക് പോയാൽ മര്യാദയ്ക്ക് വീട്ടിൽ പറഞ്ഞ, അല്ല കൂട്ടുകാരനെ വിളിച്ചോണ്ട് പറഞ്ഞ കാര്യം എന്നാ? അങ്ങനെ എന്തിനാ കൂട്ടുകാരനെ വിളിച്ചോണ്ട് വരുമ്പോൾ പറയണം, മനുഷ്യ, ഞങ്ങള് ഭാര്യാഭർത്തൃ ബന്ധമാണ്, ഞങ്ങളുടെ ഇടയിലേക്ക് എന്തിനു നിങ്ങൾ കയറി വന്നു ചോദിക്കണ്ടേ മറ്റേ ആളിനോട്? ഏതാളിനോട്? കൂടെ വന്ന ആളിനോടേ. അതിന് വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തുവാ ഇത്? അതേ സ്വഭാവത്തിലും ക്യാരക്ടറിലും ഒക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയത്തില്ല. ഈ മമ്മി പറയുന്ന കൊറിയൻ മമ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മുറ തെറ്റാതെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ആഴ്ച റീചാർജ് കിട്ടുന്നില്ലയോ? ചെയ്യുന്നു. 501 രൂപയ്ക്ക് എന്റെ ടാബിലേക്ക് റീചാർജ് ചെയ്യുന്നുണ്ട്. 2GB ചെയ്യുന്നുണ്ടോ? 2GB. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരം കുളിച്ച് ഈറനെടുത്ത് ഒരു തുളസിക്കതിൽ തലയെ വെച്ച് മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് മുറ്റത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ മന്ത്രം ചൊല്ലാൻ പറഞ്ഞു. ചെയ്തു. ഊഞ്ഞാലേലോ ചൊല്ലിയോ? ഊഞ്ഞാലാലോ എല്ലാം ഞാൻ ചെയ്തു. വെളുപ്പിനെ എന്നും ആ വാട്സപ്പിൽ നിന്ന് ഒരു കുത്ത് പൂവ് എന്റെ വാട്സപ്പിലേക്ക് അയക്കാൻ ചെയ്യുന്നുണ്ടോ? എനിക്ക് വരുന്നില്ല. ഇനി എന്റെ നെറ്റ് കിടന്ന് കറങ്ങുന്നതാണോ എന്തോ അറിയില്ല. 10 നമ്പറുണ്ട്. 10 നമ്പറിലോട്ട് ഇട്ടു. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല, വേറെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് പരിഹാരം ഉണ്ടാകും. അല്ലേ, തെറ്റിപ്പോയതായിരിക്കും ചിലപ്പോ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പൊ ഒരു മാനസിക സംഘർഷം. അപ്പൊ ഒരു കാര്യം ചെയ്യുക, പയ്യൻ വന്നിട്ടുണ്ടോ? ആളിനെ കൊണ്ടുവന്നിട്ട് അളിയന്മാര് വന്നിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലേലോ കുഞ്ഞിരുന്നു കുഞ്ഞിനെടുക്കാൻ പെണ്ണ് ചെന്നു പെണ്ണിന്റെ കയ്യെ വളകിലേക്ക് കിളി പറന്നു മല മാറ്റി. കൊണ്ടുവരൂ ആ പയ്യനെ. കുഴപ്പമില്ല, ഞാൻ റെഡിയാക്കല്ലേ. ആ ഭർത്താവ് എന്ന് പറയുന്ന പയ്യനെ കൊണ്ടുപോവാ. ഞാൻ ഇവിടെ നിൽക്കുന്ന പിന്നെ എന്തിനാ? പിന്നെ ഞാൻ ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങിയിരിക്കുകയാണോ ഇങ്ങനെ? അത് കൊള്ളാം മോനേടാ. നീ താഴെ പോയോടാ അതിന്റെ ഇടയ്ക്ക്? നീ അയ്യോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നു. ഇതാ പ്രശ്നം. വീട്ടിലൊരു സിന്ദൂരം, ലിപ്സ്റ്റിക്, കൺമഷി ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഇതാ കോലം ഇപ്പോഴത്തേത്. നിനക്ക് നാണമുണ്ടോ? നിനക്ക് ഇങ്ങനെ മാറിയില്ല. നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ? നീ ഈ ലിപ്സ്റ്റിക് വിട്ട് ഈ പൊട്ടും തൊട്ട് കണ്ണെഴുതി നടന്നാൽ എത്രയാണ് നിന്റെ പിള്ളേർ നമ്പർ? പറയടാ. എന്തുവാടാ നീ പറയുന്നത്? നീ പെണ്ണാ? നിനക്ക് നാണമില്ല. നീ ചെറുപ്പക്കാരനല്ലേ? എന്തോ മമ്മി പ്രശ്നം ഇതിപ്പോ എന്തോന്നറിയാമോ? ഇത് ഇവന്റെ ശരീരത്തിൽ ഇവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഞാനറിയാതോ? 7 കൊല്ലമായി. 7 കൊല്ലം ഞാൻ ഇയാളെ കണ്ണേ കരളെ പൊന്നേ പൊടിയെന്ന് പറഞ്ഞ് നോക്കിയത്. നിങ്ങൾക്ക് നാണം ഉണ്ടോ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി അമ്മേനെ വെളുപ്പക്കാരൻ 6 മണിയായി നിന്റെ തൊടയിലെ തോലിരിക്കുന്നുണ്ട്. എനിക്ക് വേഷം കെട്ട് കൊറിയമ്മം
ഊഞ്ഞാലല്ലോ ഞാനാ അത് ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നേ അത്. അതെന്തിനാ അതൊക്കെ അറിയാണ്ട് പിടിക്കുന്ന എന്തിനാ? വീട്ടിലാന്നുള്ള ഇതായി വീട്ടിലാന്നൊന്നും പറഞ്ഞ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? എന്റെ വിഷമം കൊണ്ട് ചെയ്തു പോയത്. ആ ചട്ടുവൻ പൊള്ളിച്ച് എന്റെ മണ്ടയ്ക്ക് ഒരു അടിയും കൂടെ അങ്ങ്. കൊറിയ മമ്മി ആയാലും ചിലപ്പോ ചെറിയ വർത്താനം കേൾക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ ചെറിയല്ലേ കേട്ടോ? ഇവിടെ മാറിയില്ലടാ. നീ സത്യം പറ, എന്തോടുക്കൂടാ നീ എന്തോടുക്കാ നീ ചുണ്ടു വെച്ചേ? സങ്കടം കടിച്ചമർത്തുക. അതായിരുന്നു ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് നിന്ന് ഫ്രഞ്ച് അടിക്കുമായിരിക്കും. സങ്കടം കടിച്ചു പൊട്ടിച്ചാ പകുതി വേണം. പിന്നെ നിന്റെ വായിക്കുന്ന മുട്ടായി അല്ലേ പകുതി എനിക്ക് ഇങ്ങോട്ട് വരാം. അല്ല തന്നെ ആ ചമ്പൂ വെച്ച വായ കൊണ്ട് ഇങ്ങോട്ട് വാ നീ കേട്ടാ. ഒട്ടിക്കാൻ ഞാൻ ഇവന്റെ ദേഹത്തെ ഒരു പെൺകുട്ടി കയറിയിരിക്കുന്നു. അത് ഞാൻ തന്നെ ആയാലും വെട്ടം വീണിട്ടേ എണീക്കത്തുള്ളൂ. വെളുപ്പിന് 5 മണിയാകുമ്പോ ഇവളെനിക്കും, ഇവളെന്നല്ലേ പറഞ്ഞേ, ഇവളെനിക്കും വീട്ടിലെ സകലമാന ജോലി ചെയ്യും. മിറ്റം തൂക്കും, പാത്രം കഴുകും, കഴുകും, വീട്ടി തേച്ച് കഴുകി വെക്കും എന്ന് വേണ്ട എല്ലാം ചെയ്യും. വെറുതെ ഇരിക്കുമെന്ന് എന്റെ തലയിലെ പേൻ വരെ നോക്കും. അത് ഗുണവാ. പക്ഷേ ഈ വേഷമായിട്ട് നാട് തണ്ടാൻ ഇറങ്ങും. ന്യൂസ് പരത്തണം ഞങ്ങൾക്ക്. 2-3 പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി പരദൂഷണം പറയണം. നാണം കെടുത്തതില് നോക്ക് ലിപ്സ്റ്റിക് ഇല്ലാഞ്ഞിട്ട് ഈ നമ്മുടെ കിളിർത്ത് വരുന്ന തേക്കല് ഞെരടി ചുണ്ടത്ത് തേച്ചോണ്ട് അതാ വയ്യാത്തത്. 10 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും. അതിനൊരു കാര്യം ചെയ്യണം, ഇനി തേക്കല എടുക്കരുത്. ആ ഐറ്റം വേറെ മീനാറ്റി എന്ന് പറഞ്ഞ മെങ്കൊച്ചുണ്ട് ആങ്കറിങ് ചെയ്യുന്നത്. അതിന്റെ ചുണ്ടത്തുണ്ട് 5 കിലോ. അതിൽ നിന്ന് പകുതി മേടിയിടാൻ തേക്കല തേക്കാൻ നിൽക്കും അവൻ. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് ഇരിക്കട്ടെ, പെണ്ണായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. എന്നാ മീശ എടുക്കാന്ന് വിചാരിച്ചോ. ഒരുമാതിരി ഫുജി ആപ്പിൾ കൂട്ടിരിക്കും ഇയാള്. എങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇതാ നല്ല കേട്ടോ. ഇത് എന്റെ പൊന്നു മമ്മി, ഇത് എങ്ങനെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടിയാ കയറിയിരിക്കുന്നത്. ഇത് എവിടുന്നുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അതെനിക്കറിയാം. 2-3 ദിവസം വീട്ടിലില്ലായിരുന്നു, ജോലിക്ക് പോയെന്ന് പറഞ്ഞില്ല. ആ ജോലിക്ക് പോയതിന് വന്ന ശേഷമാണ് മമ്മി ചോദിച്ചാ പറയും. ഏതാ ആള് കൃത്യമായിട്ട് പറ. ആരാ നീ? അത്തിക്കയത്തുള്ള. അത്തിക്കത്തിരിക്കാൻ നീ ആരാ? മജ്ജയോ? അത്തിക്കത്തല്ലേ പറഞ്ഞ അത്തിക്കയ പെരുന്നാട് അത്തിക്കയത്തുള്ളതാ. അത്തിക്കയത്തോ? അത്തിക്കയത്ത് എവിടെ? അത്തിക്കയത്ത് വിസർഗത്തിന്റെ അടുത്ത് കുറച്ച് അങ്ങോട്ട് രാജേഷിന്റെ മറ്റേ തുണിക്കടയല്ലേ, അതിന്റെ ബാക്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്നിടത്തെ ഭാസ്കരന്റെ മോളാ. എന്റെ മൈനി ഇത് അറിയുന്ന ഇത് വല്ലോ ഞാന് ആണോന്ന് ഞാൻ ചോദിക്കട്ടെ. അത് അവിടെ നമ്മൾ ആ ഭാസ്കരൻ ആ ഇടത്തോട്ട് വരുമ്പോ മറ്റേ കുരുമുളക് ഫാക്ടറി ഉള്ള അതിന്റെ അതിലെ നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴേ അവിടെ ഞങ്ങളുടെ വീടുണ്ട് അവിടെ. അതിന്റെ അവിടെ അങ്ങ് താഴോട്ട് പോകുമ്പോഴേ താഴോട്ട് കൈതക്കാടില്ലേ, ആ കൈതക്കാടിന്റെ അവിടെ അപ്പുറത്തോട്ട് മാറിയാണ് ഭാസ്കരൻ എന്ന് പറഞ്ഞ ആൾ. ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ ഒത്തിരി അറിയില്ല ആളാരെന്ന് അറിയണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അവിടുത്തെ ആ ഭാസ്കരന് മറ്റേ പശുവിനെയൊക്കെ കറവയുള്ള ഭാസ്കരന്റെ മൂത്ത മോള. ഭാസ്കരന്റെ മോളാ നീ? ഞാൻ തരുമല്ലോ അതിനല്ലേ മമ്മിക്ക് സ്കാമി അതിനാ നിൽക്കുന്നേ. പെണ്ണ നീ വളർന്നു പോയല്ലോടി നീ. ഞാൻ +2 പഠിക്കുമ്പോ കണ്ടാ അവളെ ഞാൻ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇവളെ കാണുന്നേ. അന്ന് ഞാൻ വളയ്ക്കാൻ നോക്കിയാ ലൈൻ അടിക്കാൻ വന്നറിഞ്ഞില്ല. ഇത് അവിടെ അത്തിക്കായത്തുള്ള പെങ്കൊച്ചി രാഘവന്റെ മോളെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നീ എന്തിനു പറയണ? അല്ലെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാവുന്ന അത്തിക്കായത്തുള്ള എല്ലടി കൊച്ചാ നീ. നിന്റെ പേര് ചാരണ്യ ആണോ? ഞാൻ നിന്റെ പുറകെ ലവ് ലെറ്ററുമായിട്ട് നടന്ന ഓർമ്മയുണ്ടോ? 150 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചില്ല എന്നെ നിനക്ക് അങ്ങ് പരിചയപ്പെടാ. ഇനിയിപ്പോ ഞാൻ നിന്നിട്ട് കാര്യമില്ല. മമ്മി നേരിട്ട് പറയണം. പിന്നെ നിന്റെ അമ്മ വരുന്നത് നോക്കിക്കാൻ പറ്റുന്ന എന്റെ തള്ളത്തി അല്ലെന്ന്. ഞങ്ങളുടെ മമ്മി കൊറിയൻ മമ്മി പോസിറ്റീവ്. മമ്മി പറയണം. ഊഞ്ഞാലേലോ പാടില്ല. ഊഞ്ഞാലേലോ പറ്റില്ല. എന്നാലേ പറ്റൂ. ഊഞ്ഞാലേലോ കാട്ടിൽ നടത്തില്ലേ പോത്തില്ലേ പടി വരുത്തില്ലടി. ഈ കണ്ട പെണ്ണുങ്ങളെ ഒന്ന് ആൽക്കുമല്ലടി വേണ്ട. അത് കണ്ടായി വേണ്ടേ? അന്തസ് വേണം. നീ എന്റെ ചെറുക്കൻ നിന്റെ കഴിച്ച താലി കെട്ടി ഈ പെരക്കാത്ത കൊണ്ടുപോകുമ്പോൾ തുടങ്ങി നിങ്ങളോട് ചെറുക്കനായിട്ട് പെടാപ്പാട് കൊടുത്തു. ആനന്ദ കൊച്ചേ എന്റെ പൊന്നു
പ്രായത്തിൽ മൂത്ത നിങ്ങളല്ലേ, നിങ്ങൾ കുറച്ചങ്ങ് അടങ്ങ്. ഇച്ചയെന്നങ്ങ് വിളിക്കേ. ഇച്ചയോ? പിന്നല്ലാതെ പിന്നെ. എന്റെ പൊന്നെ, എന്റെ അവസ്ഥ ഇച്ചയെങ്കിൽ ഇച്ചയി കുറച്ചങ്ങ് അടങ്ങ്. അത് പുതുപ്പെട്ടില്ലയോ? അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടെ എന്തുണ്ടായിരുന്നു കാണിച്ച പോലെ അത് ഈ വീട്ടിലകത്ത് എന്തുണ്ടായിരുന്നു കിടക്കുന്നവളാ എവിടെ പറഞ്ഞ് മനസ്സിലാക്കാം. മാമി കുറച്ചങ്ങ് അടങ്ങ്. എനിക്ക് വയ്യ ഇവരെ കൂടെ നീ ജീവിക്കാൻ. കാര്യം മനസ്സിലാക്ക്. നീ സ്വയം അങ്ങ് അടങ്ങി നീ അങ്ങ് പോ. അതാ നല്ലത്. ഞാനെന്താ ചെയ്യും? ഇവിടെ അമ്മായിയമ്മ മരുമോടെ നിങ്ങൾക്ക് ഇവിടെ ഫാമിലി കളിക്കുന്നത് ഞാൻ ഒരു പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നേ ഇല്ലയോ? ട്രിക്കാന്നിന്റെ ട്രിക്ക് ഇത് ഓണായ മനുഷ്യന്. എങ്ങനെയാണ് ഞാൻ ഒഴിപ്പിക്കുന്നത്? ഞാൻ മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ. ചെറുക്കനെ പാട്ടിന് വിട പോകത്തില്ല. അല്ല ഞാൻ തിരിച്ചു കൊറിയയിലോട്ട് പോകത്തില്ല. ഞാൻ ഈ വേഷത്തിൽ ഇങ്ങനെ നടക്കും. പോകത്തില്ല. മര്യാദക്ക് പോ. പോകത്തില്ല. മര്യാദക്ക് പോവാൻ. പോവാനാ പറഞ്ഞത്. മര്യാദക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാ. മര്യാദക്ക് പൊക്കോ. മര്യാദക്ക് പൊക്കോ. ഇവിടേക്ക് വലിക്കാൻ നിന്റെ കാലാണ് കൊള്ളുന്നത്. സതീഷേട്ടാ എനിക്ക് മാറിയോ? എനിക്ക് മമ്മി പോയി എല്ലാം മാറി. ഒന്നുകൂടെ മാറാനുണ്ട്. ഇനി എന്തോ മാറാനുണ്ടോ? ഇതൂടെ മാറിക്കാഞ്ഞാലേ പെണ്ണിന്റെ ദേഹത്തൊന്ന് പോകത്തുള്ളൂ. അത് ശരി. ഞാനോർത്ത് ഞാൻ മാത്രം എല്ലാരും കൂടെ തുടങ്ങണം. അഞ്ചന കഞ്ഞിക്കകത്ത് പാറ്റായിടാനായിട്ട്. സത്യമായിട്ട് എന്റെ മോനെ വരെ മമ്മിയുടെ പാതയെ കൊണ്ടുവരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ പിന്നെ അതിനകത്തോടൊക്കെ പാറ്റയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാനെന്നല്ലേ? അതല്ല ഇതെനിക്ക് പരിചയമുണ്ട്. ഈ ബ്ലൗസും ഈ പാവാടയും എനിക്ക് പരിചയമുണ്ട്. അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ സുധേടയാ. ആ ചെടിച്ച് എന്റെ പറമ്പി വീണപ്പോ ഞാൻ മോട്ടിച്ചാണ് അവൾ എന്നോട് പറഞ്ഞു എന്തുമാത്രം പുകില ഉണ്ടാക്കിയെന്ന് അറിയാമോ? അതെ സുധേടയാ. കിട്ടി. അപ്പൊ ഇവന് പ്രേതം മൂത്തതല്ല. വയസ്സാം കാലത്ത് അവന് പ്രേമം മൂത്ത അവിടെ പിന്നെ നിങ്ങൾ എന്താ ഈ വേഷം കിട്ടിയത്? ഈ വേഷം കിട്ടിയത് ഞാൻ ചോദിക്കുന്നത് വീട്ടിലെ എല്ലാ പണിയും എന്നെ കൊണ്ട് ചെയ്യും, ആലപിക്കും, എല്ലാ പരിപാടി ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാരനെ വിളിക്കുന്ന എടിയടിയുന്ന അന്ന് തൊട്ട് ഞാൻ ഈ വേഷം കിട്ടി ഇവിടെ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ വേഷം കിട്ടി. ഞാൻ ഇവിടെ വരുന്നില്ലയോ? അവിടെ വന്നിട്ട് ഈ വീട്ടിലെ കാര്യം നോക്കണേ, നീ ആശ്രമത്തിൽ ഉണ്ടാക്കാൻ നോക്കത്തില്ലേ ഞാൻ ഈ വേഷം കെട്ടി നടന്നത്? അത് ശരി. അപ്പൊ നിനക്ക് അത്രയില്ല. എനിക്കൊരു ബാധയില്ല. അതാ പറഞ്ഞ നീയൊക്കെ മണ്ടന്മാരാ. പെൺപിള്ളേര് അവര് പ്രാർത്ഥിക്കാൻ ആ സമയത്ത് നീയൊക്കെ അത് ചൊൽപ്പടിക്ക് നിൽക്കുന്ന നീയൊക്കെ മണ്ടന്മാരാ. അതൊക്കെ എന്നെ കണ്ടുപിടി. കല്യാണം കഴിച്ചിട്ടില്ല. സത്യം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ വേഷത്തിൽ എന്തെന്ന്. ഞാൻ ഡബിൾ റോളാ. ഞാൻ ഭാര്യയാവും ഭർത്താവും ആവും. അപ്പൊ പിന്നെ പുറത്തൊന്നും ആളില്ല, വേറെ കലിപ്പില്ല. എനിക്കിനി അത്ര കലിപ്പ് വന്നാൽ വീട്ടിൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് നല്ല തെറി അങ്ങ് തിരിച്ചു പറയും. 5 കണ്ണാടി തല്ലി പൊട്ടിച്ചു. മറുത്തൊരക്ഷരം ഇങ്ങോട്ട് 5 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു പെരുക്ക്. 5 കണ്ണാടി പൊട്ടിച്ചു. ഇതാകുമ്പോ വേറെ വിഷയമില്ല. നമ്മൾ തമ്മിലാ അങ്ങനെ ചെയ്യാവുള്ളൂ. എന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേരോ തലയ്ക്ക് വെളിവില്ലാത്ത സ്വാമികൾ. എനിക്ക് വെളിവില്ല. എനിക്ക് കറക്റ്റ് അറിയാം. വെളിവില്ല. വെളിവില്ല. ഇവനൊന്നും പറയരുത്. അത് മമ്മിയാണ്. മമ്മി തന്തയുടെ പ്രായമുള്ള മീശയുള്ള ഒരുത്തനെ മമ്മി എന്ന് വിളിക്കുന്ന നീ ആടി യഥാർത്ഥ പ്രാപ്തി, അല്ലാതെ ഇവരല്ല. ഇങ്ങനെ പറയരുത്. പ്രായച്ചിത്തം ചെയ്. തോട്ടിലിട്ടു തോടാരപ്പൻ കുഞ്ഞിരുന്നു കയ്യെ വളാങ്കി പറഞ്ഞു മല പറ്റി ഞാൻ പതതുപ്പി.